ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ കുടുക്കത്ത് പാറയിലേക്കാണ്. കൊല്ലത്ത് തന്നെ എല്ലാവർക്കും അറിയില്ല ഇങ്ങനൊരു സ്ഥലമുള്ള കാര്യം. അത്രത്തോളം ഒരു ഹിഡൻ ജെമ്മായിട്ട് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കുടുക്കത്ത് പാറ. 3 പാറകൾ ചേർന്ന ഒരു പോർഷനാണ് കുടുക്കത്ത് പാറ എന്നറിയപ്പെടുന്നത്. ആനക്കുളം വനമേഖലയിലൂടെ നമ്മൾ 1 കിലോമീറ്ററോളം ഓഫ് റോഡ് ചെയ്ത് യാത്ര ചെയ്താൽ നമുക്ക് കുടുക്കത്ത് പാറ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ പറ്റൂ. ഏകദേശം ഒരു 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക്. വണ്ടിക്ക് 30 അങ്ങനെ ആ റേഞ്ചാണ് വരുന്നത്. പിന്നെ ഗൂഗിൾ പേ ഇല്ല. രാവിലെ 9 മണി തൊട്ട് 6 മണി വരെയാണ് ടൈം. 6 മണിക്ക് ശേഷം അവിടെ നിൽക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. പിന്നെ ഏകദേശം 360ഓളം സ്റ്റെപ്സ് നമുക്ക് കയറിയാലേ നമുക്ക് കുടുക്കത്ത് പാറയുടെ ടോപ്പ് പോയിന്റിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം സ്ട്രഗിളിംഗ് ആണ് ഈ സ്റ്റെപ്സ് കയറുക എന്നുള്ളത്. നമ്മൾ കുറച്ച് കയ്യിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കരുതുക. അവിടെ എന്ന് വെച്ചാൽ നമുക്ക് വേറെ വലിയ കടകളൊന്നും കാണത്തില്ല അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഡ്രിങ്ക്സോ എന്തെങ്കിലുമൊക്കെ കരുതിയിരുന്ന അത്ര നല്ലത്. ഒരു മോളിൽ ചെന്ന് നമുക്ക് ഇരുന്ന് വേണം ഫുഡ് കഴിക്കുക, എന്തെങ്കിലും ചെയ്യാം. ഇരിക്കാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഇതൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള ഒരു ബെഞ്ച് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുടുക്കത്ത് പാറയുടെ ഈ 360 സ്റ്റെപ്സ് നമ്മൾ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 780 മീറ്റർ ഉയരത്തിലാണ് നമ്മൾ ചെന്നെത്തുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു പോർഷനും പിന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകളുടെയും പ്രധാനപ്പെട്ട ഓരോ മലനിരകളും ആദ്യത്തെ പോർഷൻസ് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ പൊന്മുടി മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കൊല്ലത്തെ ജഡായു പാറ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ തങ്കശ്ശേരി വിളക്കുമാടം ലൈറ്റ് ഹൗസ് 6 മണിയൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ സന്ധ്യ ആകുമ്പോൾ ഇരുട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അവിടുന്ന് കോടമഞ്ഞൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പത്തനംതിട്ടയിൽ നമുക്ക് പല മലനിരകൾ പോർഷൻസ് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും പോയി എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക.